എല്ലാവർക്കും നമസ്കാരം. അടുത്തത് ഒരു പാനൽ ഡിസ്കഷനാണ്. ആധുനിക വൈദ്യശാസ്ത്രവും അസത്യപ്രചരണങ്ങളും എന്നതാണ് ഈ പാനൽ ചർച്ചയുടെ വിഷയം. ഇതിൽ ഞാൻ ഡോക്ടർ രാകേഷ്, എൻ്റെ സ്പെഷ്യാലിറ്റി ഫോറൻസിക് മെഡിസിനാണ്. എന്നോടൊപ്പം ഈ പാനലിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ നവ്യ. അദ്ദേഹം പൊതുജനാരോഗ്യ വിദഗ്ധയാണ്, കേരള ഹെൽത്ത് സർവീസിൽ ഉള്ള ഡോക്ടറാണ്. അതോടൊപ്പം ഡോക്ടർ യു നന്ദകുമാർ, അദ്ദേഹം ഫിസിക്കൽ മെഡിസിനിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ്. അടുത്തത് ഡോക്ടർ അരുൺ എൻ എം, അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്, ഡയബറ്റോളജിസ്റ്റാണ്. ഒപ്പം ശാസ്ത്ര പ്രചരണത്തിൽ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ഈ പാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് എഴുതി തരാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ പാനലിനോട് ചോദിക്കാം, എഴുതി തന്നെ ചോദിക്കാം. അതുകൂടാതെ നേരിട്ട് ചോദിക്കണമെന്നുള്ളവർക്ക് ഇതിന് ശേഷം നേരിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രവും അസത്യ പ്രചരണങ്ങളും എന്നതാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. പൊതുജനാരോഗ്യം നമുക്ക് വളരെ പരമപ്രധാനമായതാണ്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആധുനിക ശാസ്ത്രം ചികിത്സയുടെ മേഖലയിൽ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അസത്യ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് അശാസ്ത്രീയമായ പ്രചരണങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാനലിസ്റ്റിനോട് എന്തെല്ലാം അസത്യ പ്രചരണങ്ങളാണ് അവരുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിനെ ബാധിക്കത്തക്ക വിധത്തിൽ അവർ കണ്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചോദിക്കാം. ഡോക്ടർ അരുണിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അസത്യ പ്രചാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രചാരണങ്ങൾ, അസത്യം എന്ന് പറഞ്ഞിട്ട് ആരും പ്രചരിപ്പിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ പത്രപ്രവർത്തന എഡിറ്റർ ജേക്കബ് സംസാരിച്ചല്ലോ, ഈ സോഷ്യൽ മീഡിയ. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്താണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് വൈദ്യശാസ്ത്രത്തിനെ കുറിച്ചും ആധുനിക വൈദ്യശാസ്ത്രത്തിനെ കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ അതിനൊന്നും വല്ലാത്തൊരു റീച്ച് കിട്ടാത്തത് കൊണ്ട് കേട്ടുകേൾവിയായിട്ട് വരുന്ന ചില പ്രചാരണങ്ങളല്ലാതെ വലിയ ഒരു പ്രചാരണങ്ങളൊന്നും അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് കഴിഞ്ഞ 10-15 വർഷമായിട്ടാണ് ഈ അസത്യ പ്രചാരണങ്ങൾ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു ഫിസിഷ്യനാണ്. കൂടുതലായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അതുപോലെയുള്ള അസുഖങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രചാരണം, നിങ്ങളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഈ മരുന്നുകൾ താൽക്കാലികമായിട്ട് BP ഷുഗറൊക്കെ കുറയ്ക്കുമെങ്കിലും അത് ലോങ് ടേമിൽ കുറേ കാലമായിട്ട് കഴിച്ചാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഏറ്റവും കേൾക്കുന്ന പ്രചാരണം. അപ്പോൾ ഏറ്റവും അധികം രോഗികൾ നമ്മളോട് ചോദിക്കുന്നത്, ഒരു മരുന്ന് എഴുതുമ്പോൾ അവർക്കതൊരു വലിയൊരു അടി കിട്ടിയ പോലെയാണ്. ഡോക്ടർ ഇത് തുടങ്ങണോ, ഇത് തുടങ്ങിയാൽ ഇനി ഭാവിയിൽ ഇത് കഴിച്ചാൽ അത് പറ്റുമോ, ഇത് പറ്റുമോ എന്നുള്ള രീതിയിലുള്ള അവരുടെ പേടികൾ, ഒരുപാട് അവരെ കുറിച്ചുള്ള ഭയങ്ങളാണ്. അപ്പോൾ എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ ആ ഭയങ്ങൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സാധാരണ പറയാറുള്ളത്, ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ മൊത്തം ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു മരുന്ന് വിപണിയിൽ എത്തുമ്പോൾ പല രീതിയിലുള്ള പഠനങ്ങൾ കടന്നതിന് ശേഷം മാത്രമേ ഒരു മരുന്ന് വിപണിയിൽ എത്തുകയുള്ളൂ. മരുന്ന് വിപണിയിൽ എത്തിയതിന് ശേഷവും അതിന് ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മൾ തന്നെയും ലോകത്ത് എല്ലാ ഭാഗത്തു നിന്നുള്ള ഡോക്ടർമാരും ആശുപത്രികളും അതുപോലെ തന്നെ ജേണൽ ആർട്ടിക്കിൾ വഴി അതിനുള്ള ഫീഡ്ബാക്കുകൾ, മരുന്നുകളെക്കുറിച്ച് ഉള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ വീണ്ടും വീണ്ടും ശാസ്ത്ര സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫീഡ്ബാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ചില മരുന്നുകൾ നമുക്ക് മാറ്റേണ്ടി വരുന്നു, ചില മരുന്നുകൾ പുതു വരുന്നു, പഴയത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു അഗ്നിപരീക്ഷ അതിൽ കൂടെ വന്നിട്ടുള്ള മരുന്നുകളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അസത്യപ്രചരണം, ഈ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രധാന അസത്യപ്രചരണത്തെയാണ് ഞാൻ അടിവരയിടുന്നത്. അത് തീർത്തും തെറ്റാണ്. എന്നാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു സൈഡ് എഫക്റ്റുകളിലെ സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അത് സൈഡ് എഫക്റ്റിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. എന്നാൽ കുറേ വർഷം കഴിച്ചാൽ എന്തോ ഭാവിയിൽ മാരകമായിട്ട് നമുക്ക് ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തൊരു ഭീകര സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു മരുന്നും നമ്മൾ ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാർ ആർക്കും കൊടുക്കില്ല. നമ്മളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളിതൊന്നും കഴിക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ കഴിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കില്ല. അപ്പോൾ ആ ഒരു അസത്യപ്രചാരണമാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്.
ബാക്കി എനിക്ക് പറയാം. ഡോക്ടർ നവ്യയോട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇത്തരത്തിലുള്ള മറ്റെന്തെല്ലാം അനുഭവങ്ങളാണ് ഈ അസത്യപ്രചരണങ്ങളുടെ ഭാഗമായിട്ട് കാണേണ്ടി വന്നിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഭീതിജനകമായ അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അസത്യപ്രചരണങ്ങൾ ഒരു ആൽഗോരിതം കൊണ്ടോ എന്തുകൊണ്ടോ വളരെയധികം സെൻസേഷനിലാവുകയും ആളുകൾ എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ നിരന്തരം നമുക്ക് വരുന്ന ചോദ്യങ്ങളൊന്ന് വാക്സിനെ കുറിച്ചാണ്. വാക്സിൻ എടുത്താൽ എൻ്റെ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വലുതാകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുമോ, അല്ലെങ്കിൽ പ്രജനന ശേഷി കുറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളമായ ആളുകൾ ചോദിക്കും. അല്ലെങ്കിൽ വെള്ളത്തിൽ മഞ്ഞളും കരിഞ്ചീരകം ഇട്ട് കുടിച്ചാൽ എനിക്ക് പ്രഷറിൻ്റെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഗുളിക നിർത്താൻ സാധിക്കുമോ? ഇത്തരങ്ങൾ ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ചോദിക്കാൻ സാധിക്കാത്ത ഒരു ശാസ്ത്രീയ സാക്ഷരത ഇല്ലാത്ത ഒരു അത്ര പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് വിശ്വസിക്കുകയും അതിനൊരു സ്പഷ്ടീകരണം കിട്ടാതെ ചെയ്യുമ്പോൾ അവർ ചികിത്സ നിർത്തുകയോ വാക്സിൻ എടുക്കാതെയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതാണ് അസത്യപ്രചാരണങ്ങൾ സാധാരണ നമ്മൾ കാണാറുള്ളത്. നന്ദകുമാർ സാറ്, ഈ ശാസ്ത്ര പ്രചരണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ കാണാനിടയായിട്ടുണ്ടാവും. ഈ അസത്യപ്രചരണങ്ങളെ ഏതെല്ലാം അസത്യപ്രചരണങ്ങളാണ് നമ്മൾ കോമണായിട്ട് അങ്ങയുടെ പിന്നെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി ശാസ്ത്ര പ്രചരണത്തിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ അസത്യ പ്രചാരണങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതും നമുക്ക് ലോജിക്കൽ ഫാലസി എന്നൊരു വിഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട എല്ലാ ഫാലസികളും ഈ വൈദ്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. പുഷ്പവിമാനത്തിനെ പറ്റി പറയുന്ന മാതിരിയാണ് ഈ വൈദ്യശാസ്ത്രത്തെ പറ്റി പറയുന്നത്. ഉദാഹരണത്തിന് പാവയ്ക്ക കഴിച്ചാൽ ഡയബറ്റീസ് മാറും എന്നൊക്കെയുള്ള അങ്ങനത്തെ ചിന്തകൾ തൊട്ട് അത്ര നിസ്സാരമായ ചിന്തകൾ തൊട്ട് വലിയ ചികിത്സ എടുക്കുന്നത് റിസ്ക്കാണ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്ന റിസ്ക്കാണ്, മരുന്ന് കഴിക്കുന്ന റിസ്ക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പറയാറുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയി ഞങ്ങൾ അടുത്ത കാലത്ത് 2 ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു. 2 ക്യാമ്പുകൾ നടക്കാൻ വരുന്ന ആൾക്കാരുടെ ഇടയിൽ. അതിൽ ഭൂരിപക്ഷം പേർക്ക് ഇന്ന് നമുക്ക് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട 3 ആരോഗ്യത്തിൻ്റെ റിസ്ക് ഫാക്ടറുകൾ, അതായത് 1 പ്രമേഹം, 2 ഉയർന്ന രക്തസമ്മർദ്ദം, 3 ഓവർ വെയ്റ്റ്, ഇത് രണ്ടുമുള്ള ആൾക്കാർ 60% വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ളവരാണ്, കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പലരും കണ്ടിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതെന്തായിരിക്കും കാരണം എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെയൊക്കെ വിചാരം BP ഡോക്ടർ അരുൺ പറഞ്ഞ മാതിരി BP മരുന്ന് കഴിച്ചാൽ അത് കുഴപ്പമാണ്, ഡയബറ്റീസിന് മരുന്ന് കഴിച്ചാൽ അത് കുഴപ്പമാണ്, അതേസമയം എന്തെങ്കിലും നിത്യകല്യാണ്ട ഇലയോ ചുണ്ടയ്ക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറും എന്ന് അതിലളിതവൽക്കരിക്കപ്പെട്ട വിശ്വാസങ്ങൾ. അത് വെറും ലളിതമല്ല, അതിൽ ലളിതവൽക്കരിക്കപ്പെട്ട വിശ്വാസങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. 2 ഈ പാർശ്വഫലങ്ങളാണ്. അത് ഒരു വല്ലാത്തൊരു ഭീതിയാണ്. പണ്ട് യക്ഷി ഉണ്ടെന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഭീതിയാണ്. ആരും ഇന്നുവരെ കണ്ടിട്ടില്ല, ഈ പാർശ്വഫലങ്ങളും ആരും കണ്ടിട്ടില്ല. അവർ പക്ഷേ ഏതെങ്കിലും ഒരാളിൻ്റെ ഉദാഹരണം എടുക്കും, എവിടെയെങ്കിലുമുള്ള സദാശിവന് കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇതിനെ ജനറലൈസ് ചെയ്യും. അപ്പോൾ ഇത് ഒരു ഔട്ട്ലെയറാണ്. ഔട്ട്ലെയർ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ ജനറലൈസ് ചെയ്തിട്ട് അതാണ് എല്ലാം എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലാണെന്നും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിന് നമ്പർ കുറയും ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ഉദാഹരണത്തിന് പാർശ്വഫലങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുക. ഞാനെപ്പോഴും പറയാറുള്ളത്, എന്തിനാണ് പാർശ്വഫലം ഇല്ലാത്തത്? റോഡ് ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയിൽ 8-10 പേര് ദിവസവും മരിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു പാർശ്വഫലമല്ലേ? അപ്പോൾ റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുമോ? ചെയ്യുന്നില്ലല്ലോ. കേരളത്തിൽ മാത്രം ഒരു വർഷം 4200 പേർ റോഡിൽ വെച്ച് മരിക്കുന്നുണ്ട്. ട്രാഫിക് ആക്സിഡൻറ്റ് തൊട്ട് മാത്രം 4200 പേര് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റോഡ് വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കുമോ? വാഹനങ്ങൾ വേണ്ടാന്ന് തീരുമാനിക്കുമോ? ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ചില പാർശ്വഫലങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർശ്വഫലം എന്ന് പറഞ്ഞാൽ എത്ര പേര് ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എത്ര പേര് അതിനകത്ത് പ്രശ്നമുണ്ടാകുന്നു, ആ പ്രശ്നമുള്ളതിന് നമ്മൾ എങ്ങനെയാണത് ആ ഡൈല്യൂഷൻ ഫാക്ടർ വരുന്നത്, ഏതാണ് നമ്മൾക്ക് ഈ ഗുണവും ദോഷവും തമ്മിൽ എങ്ങനെ അത് തമ്മിൽ തുലനം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഈ പാർശ്വഫലത്തിനെ പറ്റി ഇങ്ങനെയുള്ള ആങ്സൈറ്റികളൊക്കെ, ഇങ്ങനത്തെ ഉത്കണ്ഠകൾ ഈ കോവിഡിന് ശേഷം വളരെയധികം കൂടിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഈ മറ്റേ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളും മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാം ടേക്കപ്പ് ചെയ്യുന്നൊരു വിഷയമാണ്. ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കുഴഞ്ഞു വീടുന്ന് മരിക്കുന്നതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടിയത് കോവിഡ് വന്നതിന് ശേഷമല്ല, 2005 തൊട്ടേ ഉണ്ട്. 2005 തൊട്ട് റിപ്പീറ്റഡ് വൈറൽ ഫീവറുകൾ, കൂടുതൽ ഡയബറ്റീസ്, കൂടുതൽ ഹൈപ്പർ ടെൻഷൻ, കൂടുതൽ ഒബീസിറ്റി വരുന്ന ആൾക്കാർക്കാണ് ഇത് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ കുഴഞ്ഞു വീട് മരിക്കുന്നു, ക്യാൻസർ കേരളത്തിൽ ഭയങ്കരമായിട്ട് കൂടിയേക്കുന്നു. ഇമാതിരിയുള്ള
ഇത് വരുന്നുണ്ട്. അത് ഭക്ഷണമായിട്ടും അല്ലെങ്കിൽ പെസ്റ്റിസൈഡുമായിട്ടും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു. ഇതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ വായനയൊന്നും വേണ്ട, ചെറിയ ചിന്തകൾ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കുന്നതാണ്. അത് നമ്മൾ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. എനിക്കതാണ് തോന്നുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചോദ്യങ്ങൾ എഴുതി തന്നാൽ നമുക്ക് ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത ചോദ്യം ഞാൻ ഡോക്ടർ അരുണിനോട് ചോദിക്കുകയാണ്. ഒരു മോഡേൺ മെഡിസിനെ കുറിച്ചുള്ളൊരു ആരോപണം, അത് റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് എന്നൊരു ആരോപണം. നമ്മളിങ്ങനെ ഈ വാക്കുകളിലൊന്നും അല്ലാതെ കേൾക്കുക. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സമഗ്രമായ ചികിത്സയല്ല കൊടുക്കുന്നത്. ഒരു വ്യക്തിയായി, ഒരു രോഗിയായി അങ്ങനെയൊന്നും കണ്ടിട്ടല്ല ചികിത്സിക്കുന്നത്. അവയവങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചികിത്സിക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ ആരോപണത്തിൻ്റെ വസ്തുത? സാധാരണയായിട്ട് ഈ മറ്റ് പ്രാക്ടീഷണേഴ്സ്, മോഡേൺ മെഡിസിൻ അല്ലാതെയുള്ള മറ്റ് ചികിത്സകർ വാദിക്കുന്നതാണ് ഒരു പോയിൻ്റാണിത്. ഞങ്ങളുടെ ചികിത്സ ഹോളിസ്റ്റിക്കാണ്, മൊത്തം മനുഷ്യനെ മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ചികിത്സയാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഓരോ അവയവത്തെ മാത്രം ചികിത്സിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ തികച്ചും തെറ്റായൊരു ധാരണയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു പുസ്തകം കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓരോ അസുഖത്തിനെ കുറിച്ച് ആണെങ്കിലും ആ അസുഖം ഏത് തരം ആളുകളിൽ വരുന്നു, അവർ പാരമ്പര്യമുണ്ടോ, ജനിതകമായ ബന്ധങ്ങളുണ്ടോ, ഏത് തരം ലൈഫ് സ്റ്റൈൽ ലീവ് ചെയ്യുന്ന ആളുകളാണ് ആ അസുഖം വരുന്നത്, ആ അസുഖം എങ്ങനെ തടയാൻ വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പ്രമേഹ രോഗിയാണ്, നമ്മൾ ഡയബറ്റീസ് കുറയ്ക്കുക എന്ന് മാത്രമല്ല, ബ്ലഡ് ഷുഗർ കുറയ്ക്കുക എന്ന് മാത്രമല്ല, നേരത്തെ നന്ദകുമാർ സാറ് പറഞ്ഞ പോലെ തന്നെ അധികം അമിതവണ്ണമുള്ള ആളായിരിക്കും, സെഡൻഡറി ലൈഫായിരിക്കും, അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും. അതെല്ലാമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ ആദ്യം ഡയറ്റ്, എക്സസൈസ്, അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകൾ, ഇത് മൂന്നും കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പ്രമേഹത്തിനെ കാര്യമായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. ഈ പ്രമേഹം ഉള്ളവരോട് നമ്മളെ ഉടനെ തന്നെ എന്ത് പറയും, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ കൊളസ്ട്രോൾ നോക്കണം, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്ന് നോക്കണം, അതുപോലെ നിങ്ങളുടെ ഒരു കാർഡിയാക് ചെക്കപ്പ് വേണ്ടി വരും, നിങ്ങളുടെ കണ്ണ് പരിശോധിക്കേണ്ടി വരും, കണ്ണിന് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു അവയവം മാത്രമല്ല പറയും, നമ്മൾ എല്ലാ അവയവത്തിനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണ് ഡോക്ടർ ചിലപ്പോൾ കണ്ടിട്ട്, കണ്ണ് ഡോക്ടറാണ് ആദ്യം കാണുന്നത്, BP നിങ്ങളുടെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് BP ഉണ്ട്, ഉടനെ തന്നെ നിങ്ങൾ ഒരു ഫിസിഷ്യനെ പോയി കാണും. അങ്ങനെ അതുപോലെ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ആയിരിക്കും, കാർപ്പൽ ടണൽ സിൻഡ്രോം തരിപ്പ്, നിങ്ങൾ ഉടനെ തന്നെ തൈറോയിഡ് നോക്കൂ, ബ്ലഡ് ഷുഗർ നോക്കൂ, അത് രണ്ടും ഉണ്ടാവാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തരിപ്പ് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ അതിൻ്റെ ചികിത്സ എടുക്കും. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാരെല്ലാം ഇതെല്ലാം ബേസിക്കായിട്ട് ഇതെല്ലാം പഠിക്കുകയും പിന്നീട് അവർക്ക് എന്താ പറയുക, സബ്ജക്റ്റ് അത്രയും വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ന്യൂറോളജി അത് മാത്രം, ഇപ്പോൾ നമുക്ക് സ്ട്രോക്ക് മാത്രം നോക്കുന്ന ആളുകളുണ്ടാവും, എപ്പിലെപ്സി മാത്രം നോക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ മാത്രം നോക്കുന്നത്. സയൻസ് ഡെവലപ്പ് ചെയ്ത് അത്രയും കോംപ്ലക്സ് ആയതുകൊണ്ട് അവയവവിദഗ്ധന്മാർ വേണം. പക്ഷേ അവയവവിദഗ്ധന്മാരുണ്ടെങ്കിലും അവർക്ക് ഈ ബേസിക് സാധനങ്ങളെല്ലാം ഒരു പഠിച്ചതിന് ശേഷം വരുന്ന അവയവവിദഗ്ധന്മാരാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അത് മാത്രം അറിയുന്ന ആളുകളല്ല, അവർ ഹോളിസ്റ്റിക് അപ്രോച്ച് എപ്പോഴും മോഡേൺ മെഡിസിന് ഉണ്ട്. അതുപോലെ ഒരു അപ്രോച്ച് സത്യം പറഞ്ഞാൽ വേറെ നമ്മൾ അതിന് സമാനമായിട്ടുള്ള മറ്റ് ആയുഷ് സംഭവങ്ങളിലൊന്നും അങ്ങനെ ഒരു അപ്രോച്ചും ഇല്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഒരു ഉടായ്പാണ് അത്. നിങ്ങൾ ഇന്ന വാദം പിത്തം കഫം എന്നെല്ലാം പറഞ്ഞിട്ട് വാദം ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ലാത്ത, ഒരു ബേസിസ് ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ചികിത്സ നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടൊരു ചികിത്സ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.